ഹായ് ഹലോ, ഇന്നുണ്ടല്ലോ നല്ല സ്പൈസി ആയ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മാത്രമാട്ടോ ഞണ്ട് കഴിക്കുന്നത്, അതുകൊണ്ട് 2 ഞണ്ടാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇതിന്റെ 2 വലിയ കാല് മാത്രമാട്ടോ എടുക്കത്തുള്ളൂ, ബാക്കി ചെറിയ കാലുകളെല്ലാം കളയുവേ. ആദ്യം ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാട്ടോ, കാരണം മണ്ണൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലോട്ടൊക്കെ മണ്ണ് കയറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ആദ്യം. ഞാൻ ചെറിയ കാലുകളെല്ലാം കളയാട്ടോ ചെയ്യുന്നത്, വലിയ കാലിൽ മാത്രമല്ല ആദ്യം ഫ്ലഷ് ഉണ്ടാവുള്ളൂ, അത് മാത്രമാണ് എടുക്കുന്നത്. ഇനി ഈ വീഡിയോ കാണുന്ന പോലെ ഈ ക്രാബിന്റെ ഇത് ഈ സൈഡിൽ നിന്ന് ഒരു കത്തി വെച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലഷ് ഉള്ള പാർട്ട് മാത്രം തനിയെ കിട്ടും കേട്ടോ. ഇനി ഈ സൈഡിലുള്ള പൂ പോലെയൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കളയണം കേട്ടോ. അപ്പൊ ഇത് ഈ കളറിലിരിക്കുന്ന ഫ്രോസൺ ആയതുകൊണ്ടാണ്. ഇനി നടുക്കൊരു മഞ്ഞ കളർ, ചിലർ പൊന്നെന്ന് പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ചില ആൾക്കാർ കളയും, ഞാൻ അത് കളയാട്ടോ ചെയ്യാറുള്ളത്. എന്നിട്ട് ഈ ഞണ്ടേ 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാട്ടോ കറിയിലിടാൻ പോകുന്നത്. ഞാൻ ഇന്ന് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ടുണ്ടല്ലോ ഒരു 8-10 ഉലുവ ഇട്ട് കൊടുക്കണം, ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ടുണ്ടല്ലോ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴറ്റണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വിത്ത് സൗണ്ട്, അശ്ത്തുള്ള സൗണ്ട് ഉണ്ടല്ലോ, സൈക്കോ എന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് ഞണ്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 സവാള അരിഞ്ഞതും 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 മുറി തക്കാളി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വഴറ്റുവാണെങ്കിലേ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമുക്ക് തക്കാളി സവാളയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1/2 ഫുൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ഫുൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടേ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടേ മസാല എല്ലാം നല്ലതായിട്ട് കുറുകി എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി ഈ മസാല എല്ലാം ഞണ്ടിലോട്ട് കയറി പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞണ്ട് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഈ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. ഞണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും. എന്നിട്ട് ഇതിന്റെ വെള്ളം എല്ലാം വറ്റി ഞണ്ടെല്ലാം നല്ലതായിട്ട് വെന്ത് എണ്ണ തെളിയുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങയുടെ മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, നല്ല കുരുമുളകിന്റെയും പെരിഞ്ചീരകത്തിന്റെ ഒക്കെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഈ തേങ്ങ നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറു തീയിലിട്ടിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് നന്നായിട്ട് വരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.